കലാമാമാങ്കത്തിൻ്റെ ഉത്സവ ലഹരിയായിട്ട് മാറുകയാണ്. ഈ പരിപാടി കാസർഗോഡ് ഉപജില്ലയിലെ കലാമേള ഈ സ്കൂളിൽ വെച്ച് നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പങ്കാളിത്തം വഹിക്കുന്ന നമ്മുടെ നഗരസഭയുടെ ചെയർമാനും അതോടൊപ്പം തന്നെ ഭരണസമിതിയുമൊക്കെ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങൾ ഏറ്റെടുത്ത് കൊള്ളുക, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ടാകുമെന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യും. ആ ഒരു ഊർജമാണ് ഈ ഒരു കലാമേള ഞങ്ങൾ ഏറ്റെടുക്കുവാൻ കാരണമായിട്ട് മാറി. ഇതിൻ്റെ സംഘാടക സമിതിയുടെ രൂപീകരണം മുതൽ ഇതിൻ്റെ ഈ കലാമേളയുടെ ഈ ഒരു സമയം വരെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം വളരെ സജീവമായിട്ട് നമ്മുടെ ചെയർമാൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള കൗൺസിലർമാരും അദ്ദേഹത്തിൻ്റെ നഗരസഭയുടെ എല്ലാ ജീവനക്കാരും ഞങ്ങളോടൊപ്പമുണ്ട്. നമ്മുടെ വിദ്യാലയമാണ് നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്തുന്നതോടൊപ്പം അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി കാസർഗോഡ് നഗരസഭയ്ക്ക് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രധാനപ്പെട്ട സംഘവും പ്രിൻസിപ്പലും വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ, ഇതിൻ്റെ ചിലവുകളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഒറ്റ വാക്കിൽ പറഞ്ഞ വാക്ക് ഈ ഒരു കാര്യമാണ് മാത്രമാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തലമുറക്കും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകളെ നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കലോത്സവം നമുക്ക് ആവശ്യമാണ്. ഈ കലോത്സവത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ വീഴ്ചയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്ന് പറയുന്നത് 144 സ്കൂളുകളിൽ നിന്ന് 12,000-ഓളം കുട്ടികളെ ഇവിടെ മാറ്റിവെക്കുകയാണ്. ഈ 12,000 കുട്ടികളെ ഈ മാറ്റിവെക്കുന്ന ഈ സംവിധാനത്തിൻ്റെ ഒരുപാട് ചെലവുകളുണ്ടാവാം. ആ ചെലവുകളൊക്കെ കണ്ടെത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് മാത്രമല്ല കാസർഗോഡ് ഇവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് വ്യാപാരി സമൂഹങ്ങൾ, വിവിധ സംഘടനകൾ, ഇവരൊക്കെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനെ പറ്റി വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവിധ മേഖലയിൽ പഠിക്കുന്ന സംഘടനകളോടും വ്യാപാരികളോടും ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകൾ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. തരുന്ന സംഖ്യയിൽ നമുക്ക് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ ഒരാൾ പോലും തരില്ല, അല്ലെങ്കിൽ തരാൻ പറ്റില്ല, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്ന് പറഞ്ഞ് ആരും തന്നെ മടക്കിയിട്ട് അയച്ചിട്ടില്ല. പക്ഷെ അതിനൊക്കെ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കൊക്കെ അതൊരു കാരണമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത്
ജനങ്ങൾ കൂട്ടി ഏറ്റെടുക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഇത്രയും ദിവസം നല്ല ഭംഗിയായി ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഏതായാലും സാമ്പത്തിക കൈകോപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി കാസർഗോഡ് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും ആശാ വർക്കർമാരും അതുപോലെ തന്നെ മറ്റുള്ള കണിജൻ ജീവനക്കാരും ഒക്കെ തന്നെ ഈ സ്കൂളിൻ്റെ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ കലോത്സവത്തിൻ്റെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ എല്ലാം കൊണ്ട് നമ്മുടെ കാസർഗോഡ് JSS സ്കൂളിൻ്റെ കൂടെ കൈകോർത്തിരിക്കുകയാണ്. കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അധ്യാപകർക്ക് ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. അവർ ചിലപ്പോൾ രാവിലെ 6 മണിക്കൊക്കെ കൊണ്ട് രാത്രി 10 മണി 11 മണി 12 മണി ഇന്നലെ അവരെ കൂടെ 11-12 മണി വരെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അധ്യാപകർ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. വിദ്യാർത്ഥികൾ നമ്മുടെ NCC കുട്ടികൾ SPC കുട്ടികൾ മറ്റുള്ള കുട്ടികൾ എല്ലാവരും കൃത്യമായിട്ട് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിലും സഹസ്രാബ്ദങ്ങളുടെ വീര്യവ്യാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണാണ് കാസർഗോഡിൻ്റേത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. നമ്മുടെ ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാട് ബൗദ്ധതയുടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കാസർഗോഡിലുള്ള മതങ്ങളെക്കുറിച്ച്, ജാതികളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ച്, ഭാഷകളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിരവധി ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഈ മണ്ണിൽ ജീവിക്കുന്നു. നിരവധി മതങ്ങളിൽ, നിരവധി ജാതികളിൽ, നിരവധി സംസ്കാരങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന മണ്ണാണ് കാസർഗോഡ്. ലോകത്ത് ഒരു രാജ്യത്തിനില്ലാത്ത പ്രത്യേകത നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിനുണ്ട് എന്നത്. അത് മറ്റൊന്നുമല്ല, ഇത്രമാത്രം മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും ഭാഷകളുമുള്ള ഒരു രാജ്യം ഇന്ത്യയല്ലാതെ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. ആ ഇന്ത്യയുടെ റെപ്ലിക്കയാണ്, പ്രതിരൂപമാണ് കാസർഗോഡ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആ ഒരു പ്രത്യേകത ഇപ്പോഴും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സാംസ്കാരിക പൈതൃകം ഇപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഇതുപോലെയുള്ള കലോത്സവങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്കൂളിൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് മലയാളത്തിൽ മാത്രമായിരുന്നില്ല, മലയാളത്തെ പോലെ തന്നെ കന്നഡയിലും നിരവധി കവിതകൾ രചിച്ചിട്ടുള്ള, നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു മഹാകവിയും പണ്ഡിതനുമായിരുന്നു ഉബൈദുമായി. അദ്ദേഹത്തിന് ജന്മം നൽകിയ മണ്ണാണ് കാസർഗോഡിൻ്റെ മണ്ണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിവാദം മാത്രം ആസ്വദിക്കുന്ന ഒരു കലയല്ല എന്ന് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. കേരളത്തിലെ എല്ലാ ജാതികളിലും മതങ്ങളിലും പെട്ട ആളുകൾ മനോഹരമായ മാപ്പിളപ്പാട്ടുകൾ ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മാപ്പിളപ്പാട്ടിൻ്റെ മധുര പ്രപഞ്ചം മലയാള ഭാഷയ്ക്ക് തുറന്നു കൊടുത്തത് ഈ ഉബൈദാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഉബൈദിനെ പോലെ തന്നെ ഒരുപാട് മഹാകവികളുടെ നാടാണ് നമ്മുടെ കാസർഗോഡ്. കയ്യാൽ കുഞ്ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട് ബദിയടുക്കയിലാണ്, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ബദിയടുക്കയിലാണ്. അദ്ദേഹം എത്ര മഹാനായ ഒരു മഹാകവിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ പുസ്തകങ്ങളും ഒക്കെ തീർച്ചയായും കനപ്പെട്ടതും വിലപ്പെട്ടതുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കന്നഡ ഭാഷാ ഗവേഷണ കേന്ദ്രം തുടങ്ങാൻ വേണ്ടി കേരള ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുകയും കഴിഞ്ഞ ബജറ്റിൽ അതിനുവേണ്ട തുക സംസ്ഥാന സർക്കാർ വകയിരുത്തുകയും ചെയ്തു. 3 കോടി രൂപ. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക സർക്കാരും അതിനുവേണ്ട സഹായങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യാൽ കുഞ്ഞങ്ങളെ പോലെ തന്നെ മഹാകവി ഗോവിന്ദപിള്ളയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ മഹാകവി പി കുഞ്ഞിരാമൻ നായർ, ആ കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത്തരം പ്രതിഭാശാലികൾ ഒക്കെ, ഇത്തരം മഹാകവികളൊക്കെ ജന്മം കൊണ്ടത്, ജനിച്ചത്, വളർന്നത്, അവരുടെ ഒക്കെ കളിത്തൊഴിൽ ഈ കാസർഗോഡാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാസർഗോഡ് ജില്ല കേരള സ്കൂൾ കലോത്സവം 5 ദിവസങ്ങളിലായി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 5 ദിവസങ്ങൾ തീർച്ചയായും ആവേശത്തിൻ്റെ ദിനരാത്രങ്ങളായിരിക്കും
നമുക്കിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മത്സരിക്കുന്നത് അത് ജീവിതത്തിലായാലും കലയിലായാലും ഒക്കെ നമ്മൾ മത്സരിക്കുന്നത് വിജയിക്കാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റേ നമ്മുടെ കൂടെയുള്ള ആളുകളെക്കാൾ, നമ്മുടെ മുമ്പിലുള്ള ആളുകളെക്കാൾ, പിന്നിലുള്ള ആളുകളെക്കാൾ എല്ലായ്പ്പോഴും മുമ്പിലെത്താനാണ് നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പരാജയത്തിൻ്റെ സ്വാദ് എന്ത് എന്നറിയണം. ഈ പരാജയത്തിൻ്റെ സ്വാദ് അറിഞ്ഞ ആളുകൾക്ക് മാത്രമേ വിജയത്തിൻ്റെ സ്വാദ് എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പരാജയപ്പെടണം, പിന്നീടാണ് നമ്മൾ ജയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പാഠം നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കലോത്സവത്തെ അത്തരം കാഴ്ചപ്പാടുകളോട് നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇനി കുറേ അവസരങ്ങളുണ്ട്. സംസ്ഥാന കലോത്സവത്തിൽ വരെ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ആ കലോത്സവങ്ങളിൽ, സംസ്ഥാന കലോത്സവത്തിൽ വരെ ചെന്ന് നമ്മുടെ കാസർഗോഡിൻ്റെ അഭിമാന വാചകങ്ങളായിട്ടില്ല അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ആളുകളും മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഇങ്ങനെ കപ്പ് നേടുക, മെഡൽ നേടുക എന്നത് ഒരിക്കലും സാധ്യമുള്ള കാര്യമല്ല. പക്ഷേ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങൾ വിജയിച്ചു എന്നാണ്. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിജയികളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഇനിയും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഇതുപോലെ സ്കൂളിൻ്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും എൻ്റെ മണ്ഡലത്തിൽ എല്ലാ സ്കൂളിലും ഇതുപോലെ ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ ശല്യക്കാരിയാണ് ടീച്ചർ എന്ന കാര്യത്തിൽ ഞാൻ കളിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ശല്യക്കാരൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ജില്ലാ കലോത്സവം കഴിയുന്നതോടുകൂടി ഒരുപാട് നല്ല എഴുത്തുകാരുണ്ടായിരിക്കണം, നല്ല നോവലിസ്റ്റുകളുണ്ടായിരിക്കണം, നല്ല പാട്ടുകാരുണ്ടായിരിക്കണം. ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആരംഭിച്ച സ്വാഗതമാണ് അശോകൻ അതുപോലെ വേദിയിൽ സദസ്സിൽ
അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 178 000. ടോൾ ഫ്രീ നമ്പർ 14. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, a glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.